ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻ കറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 കഷ്ണം മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് കട്ട്ള എന്നാണ് നമ്മളിവിടെ പറയുക. നിങ്ങൾ എന്താ പറയുക അറിയില്ല. ഇനി അതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ അളവിൽ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ആ മുളകും മഞ്ഞളും ഉപ്പും കൂടി ഒന്ന് തിരുമ്മി വെക്കുക. ഈ മീനിന് നല്ലപോലെ ഉപ്പും മുളകും പിടിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഞാനിപ്പോൾ വലിയ പീസാക്കി എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് 2 വാളം പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 7 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 12ഓളം ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 7 വെള്ളുള്ളി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ്, അതും കൂടി ചേർത്ത് നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എണ്ണയിൽ ഒരുപാട് അങ്ങോട്ട് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി ഇതാ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം തീരെ ഒന്ന് വറുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് തേങ്ങ ചിരവിയതല്ലെങ്കിൽ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത തേങ്ങ കഷ്ണങ്ങൾ ചേർത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ അതവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ഇനി അതേ മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മല്ലി മുളക് മിശ്രിതം ഇടുക. അതും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലല്പം വെള്ളമൊഴിച്ച് ഇതാ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ മീൻ കറി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവ വന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങാ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിൽ ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ അരച്ചെടുത്ത തേങ്ങാ മിശ്രിതം മുഴുവൻ ഞാൻ അതിലേക്ക് ചേർത്തു. അല്പം മിക്സിയുടെ ജാറിലെ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്തു. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 3/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മീനിന് നല്ലൊരു എരിവും പുളിയെല്ലാം വേണം. ഈ മീനിന് നല്ല എല്ലാ മീനിനും നമ്മൾക്ക് അത്യാവശ്യം എരിവും പുളി ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച വാളംപുളി ആ വെള്ളം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതേപോലെ മീൻ കറി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം വെള്ളം കൂടി ഞാനിപ്പോൾ ഒഴിച്ച് ആ ഗ്രേവിയുടെ കറക്റ്റ് പാകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട. ഒരു 10 മിനിറ്റ് അളവിൽ അതേമാതിരി വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി ഇത് കുറുകിക്കോളും. ഇപ്പോൾ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തായാലും ചെയ്യുക. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കറിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് പോരായ കൂടിയുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല സൂപ്പറായില്ലേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വേറെ പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്ന ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.